വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പാക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി സർക്കാർ ഭക്ഷ്യമന്ത്രി GR അനിൽ വിളിച്ച യോഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മന്ത്രിയുടെ ചേംബറിലാണ് വ്യാപാരികളുമായുള്ള യോഗം. സമവായമില്ലെങ്കിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം. ആവശ്യമെങ്കിൽ കടകൾ ഏറ്റെടുക്കുമെന്നും തുറക്കാത്ത റേഷൻ കടകൾക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. എന്നാൽ വേതന പാക്കേജ് പരിഷ്കരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് വ്യാപാരികൾ. സുനിഷ ഇലൂരിന്റെ വിശദാംശങ്ങളുമായി. സുനിഷ, സമവായത്തിന് സമരം തീരാൻ ഒരു സാധ്യതയുണ്ടോ? മന്ത്രി മുന്നോട്ട് വെക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വേതന പാക്കേജിൽ അത് പരിഷ്കരിക്കാതെ പിന്നോട്ടില്ല എന്നതാണല്ലോ റേഷൻ വ്യാപാരികളുടെ ഒരു നിലപാട്. സമരം ഏതായാലും ജനങ്ങളെ വലച്ചുകൊണ്ടിരിക്കുമ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് സർക്കാരും തയ്യാറാകുമോ? വിനീത, അത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഈ പറഞ്ഞതുപോലെ ഈ റേഷൻ സമരം ഇന്ന് അവസാനിപ്പിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അല്പസമയം മുമ്പാണ് ഈ യോഗം ആരംഭിച്ചിട്ടുള്ളത്. മന്ത്രിയുണ്ട്, സിവിൽ സപ്ലൈസ് കമ്മീഷണറുണ്ട്, ഒപ്പം തന്നെ വിവിധ സംഘടനകളുടെ നേതാക്കളൊക്കെ തന്നെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ പ്രധാനമായും ഈ വ്യാപാരികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തില്ല എങ്കിൽ, ഈ വേതന പരിഷ്കരണം നടപ്പാക്കിയില്ലെങ്കിൽ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് വ്യാപാരികൾ ഉള്ളത്. അതേസമയം തന്നെ കൂടുതൽ സമയം ആവശ്യമാണ്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അതിനനുവദിക്കുന്നില്ല എന്നത് തന്നെയായിരിക്കും ഭക്ഷ്യവകുപ്പ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ഒരുപക്ഷെ കാലപരിധിയോ സമയപരിധിയോ വെക്കേണ്ടതുണ്ടോ എന്നതായിരിക്കും ഒരുപക്ഷെ ഇന്ന് പരിശോധിക്കുക എന്നതാണ്. 3 മാസത്തിൽ കൂടുതൽ സമയപരിധി വയ്ക്കരുത് എന്നതാണ് നിലവിൽ വ്യാപാരികൾ പറയുന്നത്. ആ 3 മാസത്തിനുള്ളിൽ ഇതിലൊരു പരിഷ്കരണം, മാറ്റം വരുത്താൻ കഴിയുമോ എന്നത് തന്നെയായിരിക്കും ഒരുപക്ഷെ സർക്കാർ ആലോചനയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു സമവായത്തിൽ എത്തിയില്ലെങ്കിൽ പോലും ബദൽ സംവിധാനം കൂടി സർക്കാർ തേടിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇന്ന് മന്ത്രിയോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് കട ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ കടക്കുമെന്ന് പറയുന്നു. ഭക്ഷ്യസാധനങ്ങൾ തിരിച്ചെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടക്കും. അല്ലെങ്കിൽ ഈ മൊബൈൽ യൂണിറ്റുകൾ, ഈ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ താലൂക്ക് തലത്തിൽ തന്നെ എത്തിക്കുമെന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സമരം നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് നിലവിൽ അങ്ങനെ ഒന്നിലേക്ക് കടക്കാത്തത്. അങ്ങനെയെങ്കിൽ നാളെ മുതൽ താലൂക്ക് തലത്തിൽ ഇത്തരത്തിൽ 40ഓളം മൊബൈൽ റേഷൻ കടകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അതുവഴി സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള സംവിധാനം കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നതാണ്. ഏതായാലും സമവായത്തിൽ എത്തുമോ എന്നതിലേക്കുള്ള ചർച്ച അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ചർച്ച കഴിഞ്ഞതിന് ശേഷം കൃത്യമായി അവരുടെ പ്രതികരണം തേടുന്നതാണ്. വിനീത, ശരി. സുനിഷ ഇലൂരാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ട്.